Hello guys, thanks for checking back on my channel, MrChef. ഇന്ന് നമ്മുടെ ചാനലിലൂടെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് തമിഴ്നാട്ടിൽ വളരെ പ്രശസ്തമായിട്ടുള്ള ചെട്ടിനാട് ചിക്കൻ ബിരിയാണിയാണ്. മസാലയുടെയൊക്കെ നല്ല ഫ്ലേവർ ഉള്ള ഒരു അടിപൊളി ബിരിയാണി തന്നെയാണ് ഇത്. നിങ്ങൾ ഉറപ്പായിട്ടും ഒരു പ്രാവശ്യം ട്രൈ ചെയ്തിരിക്കേണ്ട നല്ലൊരു ബിരിയാണിയാണ്. നമുക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ഐറ്റംസും ഞാനിവിടെ റെഡിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. അടുത്തായിട്ട് നമുക്ക് MASALA റെഡിയാക്കാം. ആദ്യമായി തന്നെ ചെട്ടിനാട് ബിരിയാണിയുടെ മസാല നമുക്ക് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. സ്റ്റൗവിലേക്ക് ഒരു പാൻ വെച്ചതിന് ശേഷം പ്ലേറ്റിൽ കാണുന്ന സ്പൈസസ് എല്ലാം പാനിലേക്ക് ഇട്ട് വളരെ ചെറിയ ഫ്ലെയിമിൽ 1 മിനിറ്റ് നേരം നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കാം. നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന സ്പൈസസുകളുടെ ലിസ്റ്റ് ഞാൻ സ്ക്രീനിൽ കൊടുക്കുന്നതാണ്. റോസ്റ്റ് ചെയ്ത സ്പൈസസ് ഹാൻഡ് ബ്ലെൻഡറിൻ്റെ ജാറിലേക്കോ ഇല്ലാന്നുണ്ടെങ്കിൽ മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാം. അതിനുശേഷം കട്ട് ചെയ്തെടുത്ത 10 ഗ്രാം വീതം മല്ലിയിലയും മിൻറ്റും 2 വലിയ ഗ്രീൻ ചില്ലിയും ജാറിലേക്ക് ഇട്ടതിന് ശേഷം 1 ടേബിൾ സ്പൂൺ ഓയിലും കൂടെ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം. അതിനുശേഷം ഈ റെസിപ്പിയുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൽപ്പാസി എന്ന് പറയുന്ന സൗത്ത് ഇന്ത്യൻ സ്പൈസസും കൂടെ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം. ഈ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ ഉറപ്പായിട്ടും ഉപയോഗിക്കേണ്ട സ്പൈസസ് ആണ് കൽപ്പാസി, ഇല്ലാന്നുണ്ടെങ്കിൽ റോക്ക് ഫ്ലവർ. ഇത് നിങ്ങളുടെ സൂപ്പർ മാർക്കറ്റിൽ കിട്ടാനില്ല എന്നുണ്ടെങ്കിൽ ഇത് മേടിക്കാനുള്ള ആമസോൺ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. ഞാൻ പലപ്പോഴും പല സ്പൈസസുകൾക്കും സബ്സ്റ്റിറ്റ്യൂഷൻ പറയുന്നുണ്ടെങ്കിലും ഈ ഒരു സ്പൈസസ് ഈ ഒരു റെസിപ്പിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് നമുക്ക് സ്കിപ്പ് ചെയ്യാനായിട്ട് പറ്റില്ല. അടുത്തായിട്ട് നമ്മളുടെ ചിക്കൻ ഒന്ന് നമുക്ക് മാരിനേറ്റ് ചെയ്തെടുക്കാം. ഞാനിന്ന് ഉപയോഗിക്കുന്നത് മീഡിയം സൈസിൽ കട്ട് ചെയ്തെടുത്ത 1.5 കിലോ ചിക്കനാണ്. ഇതിലേക്ക് നമ്മൾ നേരത്തെ ബ്ലെൻഡ് ചെയ്തെടുത്ത മസാല നമുക്ക് ആഡ് ചെയ്യാം. 3/4 കപ്പ് നല്ല കട്ടിയുള്ള തൈര്, 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി, 1.25 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ ഉപ്പ്, നല്ല നീരുള്ള ഒരു നാരങ്ങ, അതിനുശേഷം 3 ടേബിൾ സ്പൂൺ ഗീയും ഇട്ട് നമ്മളുടെ ചിക്കൻ നന്നായിട്ടൊന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തെടുത്ത ചിക്കൻ ഏകദേശം 3 തുടങ്ങി 4 മണിക്കൂറോ ഇല്ലാന്നുണ്ടെങ്കിൽ തലേദിവസം തന്നെ മാരിനേറ്റ് ചെയ്ത് വെക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ചിക്കൻ നന്നായി മിക്സ് ആയതിനു ശേഷം നമുക്കിത് ഫ്രിഡ്ജിൽ റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. ഗൈസ്, അതുമാതിരി തന്നെ നമ്മളുടെ വീഡിയോയ്ക്ക് എല്ലാവരും ലൈക്സ് കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അത് നമ്മളുടെ ചാനൽ ഗ്രോ ചെയ്യാനും നല്ല വീഡിയോസ് പുതിയ വീഡിയോസ് തരുവാനായിട്ട് അതെനിക്കൊരു മോട്ടിവേഷൻ ആവുകയും ചെയ്യും. അപ്പോൾ എല്ലാവരും നിങ്ങൾ ഓരോ ചെറിയ ലൈക്സ് കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, ബിരിയാണി ഉണ്ടാക്കുവാനായിട്ട് ഒരു പാത്രം സ്റ്റൗവിലേക്ക് വെച്ചതിന് ശേഷം 2 ടേബിൾ സ്പൂൺ ഗീ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം. ഗീ നന്നായി ചൂടായതിനു ശേഷം നല്ല തിന്നായി സ്ലൈസ് ചെയ്തെടുത്ത വലിപ്പമുള്ള 3 ഓനിയൻ, 4 പച്ചമുളക്, 1.5 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 1 ടേബിൾ സ്പൂൺ ഉപ്പുമിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മളുടെ ഓനിയൻ നന്നായി കുക്കായതിനു ശേഷം മീഡിയം വലിപ്പത്തിൽ കട്ട് ചെയ്തെടുത്ത 2 ടൊമാറ്റോയും കൂടെ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം. ആഡ് ചെയ്ത ടൊമാറ്റോയും നന്നായി കുക്കാവുന്നവരെ നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തുകൊണ്ടേയിരിക്കുക. നമ്മൾ മാരിനേറ്റ് ചെയ്ത് റെസ്റ്റ് ചെയ്യാൻ വെച്ചിരുന്ന ചിക്കൻ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം. ചിക്കൻ ആഡ് ചെയ്തതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തുകൊണ്ടേയിരിക്കാം. ചിക്കൻ ഏകദേശം ഒരു 3/4 ഭാഗത്തോളമാണ് നമ്മളിന്ന് കുക്ക് ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് കാണാവുന്ന മാതിരി ചിക്കൻ ഏകദേശം ഒരു 3/4 ഭാഗത്തോളം കുക്കായിട്ടുണ്ട്. അടുത്തായി നമുക്കിതിലേക്കൊരു 2 കപ്പ് വെള്ളം ആഡ് ചെയ്യാം. നമ്മളിന്ന് ബിരിയാണി കുക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന മെത്തേഡ് പറയുന്നത് അബ്സോർപ്ഷൻ മെത്തേഡ് എന്നാണ്. അബ്സോർപ്ഷൻ മെത്തേഡിൽ നമ്മൾ റൈസ് 1 കപ്പാണെന്നുണ്ടെങ്കിൽ വെള്ളം നമ്മൾ 1.5 കപ്പാണ് ഉപയോഗിക്കേണ്ടത്. പക്ഷെ നിങ്ങൾ കണ്ട മാതിരി നമ്മൾ 2 കപ്പ് വെള്ളം മാത്രമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. കാരണം നമ്മൾ ചിക്കൻ മാരിനേറ്റ് ചെയ്തപ്പോൾ 3/4 കപ്പ് യോഗറ്റും അതേമാതിരി തന്നെ 3 ടേബിൾ സ്പൂൺ ഗീയും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വാട്ടറിന്റെ റേഷ്യോ ബാലൻസ് ചെയ്യുവാനായിട്ടാണ് 2 കപ്പ് വെള്ളം മാത്രം നമ്മൾ ഉപയോഗിച്ചത്. വെള്ളം നന്നായി ബോയിൽ ആയതിനു ശേഷം കഴുകിയെടുത്ത് അരമണിക്കൂർ സോക്ക് ചെയ്തെടുത്ത 2 കപ്പ് ബസ്മതി റൈസ് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം. റൈസ് ആഡ് ചെയ്തതിനു ശേഷം നന്നായി മിക്സ് ചെയ്ത് വെള്ളം വറ്റുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. നിങ്ങൾക്ക് കാണാവുന്ന മാതിരി വെള്ളം ഇവിടെ നന്നായിട്ട് വറ്റിയിട്ടുണ്ട്. അടുത്തായിട്ട് നമുക്ക് സിൽവർ ഫോയിൽ കൊണ്ട് ഇതൊന്ന് നന്നായിട്ട് കവർ ചെയ്യാം. ഞാനിന്ന് സിൽവർ ഫോയിൽ കൊണ്ട് കവർ ചെയ്യുന്നതിൻ്റെ കാരണം ഇതിന് പറ്റിയ ഒരു ലിഡ് ഇല്ലാത്തതുകൊണ്ടാണ്. നിങ്ങൾ ഉണ്ടാക്കുന്ന പാത്രത്തിന് പറ്റിയ ലിഡ് ഉണ്ടെങ്കിൽ പാത്രത്തിന് മുകളിൽ തുണി വിരിച്ച് അതിന് മുകളിൽ ലിഡ് വെച്ച് അതിന് മുകളിൽ വെയിറ്റ് വെക്കുന്നതായിരിക്കും ഏറ്റവും നല്ല ഓപ്ഷൻ. ദമ്മ് ചെയ്യുമ്പോൾ ഏറ്റവും ചെറിയ തീയിലിട്ട് നമ്മളുടെ ബിരിയാണി കുക്ക് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ അടിയിൽ പിടിക്കാനായിട്ട് ചാൻസ് കൂടുതലുണ്ട്. സെറ്റ് ദ ടൈമർ ഫോർ 20 minutes. 20 minutes counting down. നമ്മളെ ടൈമർ ഇവിടെ അടിച്ചിട്ടുണ്ട്. അടുത്തതായി സ്റ്റവ് ഓഫ് ആക്കിയതിന് ശേഷം ഒരു 20 തുടങ്ങി 30 മിനിറ്റ് വരെ നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഏകദേശം ഒരു 30 മിനിറ്റ് നേരം ബിരിയാണി റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചിരുന്നു. അടുത്തതായി നമ്മളുടെ ഫോയിൽ മാറ്റി നമ്മളുടെ ബിരിയാണി എങ്ങനെയുണ്ടെന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം.
നിങ്ങൾക്ക് കാണാവുന്ന മാതിരി ബിരിയാണി നല്ല അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി ഫ്ലേവർ ആണ് വരുന്നത്. നിങ്ങൾക്ക് കാണാവുന്ന മാതിരി ചിക്കൻ എല്ലാം നല്ല രീതിയിൽ വെന്ത് റെഡി ആയിട്ടുണ്ട്. നമ്മളുടെ ബിരിയാണി നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ചോപ്പ് ചെയ്തെടുത്ത മല്ലിയിലയും പുതിനയും വെഡ്ജായി കട്ട് ചെയ്ത ലെമണും സ്ലൈസ് ചെയ്ത ടൊമാറ്റോയും സൈഡിൽ വെച്ച് നമുക്ക് ബിരിയാണി ഗാർണിഷ് ചെയ്യാം. Now we have the final product, Chettinad biryani. Guys, അടുത്തതായി നമുക്കിന്ന് നമ്മുടെ ചിക്കൻ ബിരിയാണി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല അടിപൊളി ബിരിയാണിയാണ്. ഈ ഒരു ബിരിയാണിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് ഉണ്ടാക്കി കഴിയുമ്പോൾ കുറച്ച് ഡാർക്ക് കളറായിട്ടിരിക്കും. നല്ല മസാലയുടെ ടേസ്റ്റ് ഉള്ള ഒരു അടിപൊളി ബിരിയാണിയാണ് ഇത്. ഗൈസ്, നമ്മളെ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യണം. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുന്ന ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് സെക്ഷനിൽ എഴുതി അറിയിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതുമാതിരത്തെ റെസിപ്പികൾ കാണുവാനായിട്ട് എന്റെ ചാനലിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ ഓൺ ആക്കി അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ എനേബിൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയും നിങ്ങളുടെ ഹോം പേജിൽ നോട്ടിഫിക്കേഷൻ ആയിട്ട് വരും. സോ ഈറ്റ് ഗുഡ് ഫുഡ്, സ്റ്റേ ഹെൽത്തി, until I see you with a different video. Bye bye.